കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. തിരുവല്ലാമലയിലെ വളം ഡിപ്പോയിൽ നിന്ന് 1 ലക്ഷം രൂപ മോഷ്ടിച്ച പ്രതി അറസ്റ്റിൽ. മലേശ്യമംഗലം സ്വദേശി അക്ബറിനെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേലക്കര പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. കരട് വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ചാലക്കുടി MLA വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങിനെതിരെ പ്രതിപക്ഷ ആക്ഷേപം. പ്രതിപക്ഷത്തെ MLA തഴഞ്ഞുവെന്ന് LDF കൗൺസിലർമാർ. തളിക്കുളം തമ്പാൻകടവിൽ കടലിൽ കുളിക്കുന്നതിനിടെ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. തളിക്കുളം സ്വദേശി നാദിർ ഷയാണ് മരിച്ചത്. വിശദാംശങ്ങളിലേക്ക്. ലോക ഫുട്ബോളിലെ രാജാക്കന്മാർ ആരെന്നറിയാൻ മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും ഫൈനലിൽ കൊമ്പുകോർക്കാൻ ഒരുങ്ങുമ്പോൾ ആരാധകരുടെ 10-ന് ശേഷമുള്ള ലോകകപ്പ് മോഹങ്ങളിലേക്കാണ് പന്ത് തട്ടാൻ ഒരുങ്ങുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ കാണുന്നതിനായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ. കാൽപന്ത് ആവേശത്തിൽ നാട്. തൃശൂർ വളർക്കാവിലും അർജന്റീന ഫാൻസ് അസോസിയേഷൻ ആവേശത്തിലാണ്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ അല്ല കിക്ക് ഓഫ്. ഇവിടെ തൃശൂരിലെ വളർക്കാവിന്റെ മണ്ണിൽ ഫ്രണ്ട്സ് തൃശൂരിന്റെ കിക്ക് ഓഫ് ആരംഭിച്ചിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു വിളംബര ഘോഷയാത്രയോടുകൂടി ഫ്രണ്ട്സ് തൃശൂർ വേൾഡ് കപ്പ് ഫൈനലിലേക്ക് കിക്ക് ഓഫ് ഇട്ടിരിക്കുന്നു. വാമോസ് അർജന്റീന വിളികൾ മാത്രമാണ് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഫുട്ബോൾ ലഹരി നമ്മൾ കാണുന്നത്. ഇവിടെ 99% അർജന്റീന ആരാധകർ. അർജന്റീനിയൻ ആരാധകര് ഇവിടെ ഒരുപാട് ട്രോഫികളൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പല വർഷങ്ങളുടെ വേൾഡ് കപ്പിന്റെ ഒരു മോഡലാണ് ഇത്. ഏത് വർഷത്തെ? 1978. ഇത് 86. 2022. ആദ്യ ഗോൾ എപ്പടിക്കും? ആദ്യ ഗോൾ ഒരു 20 മിനിറ്റ് മുമ്പ് അടിക്കും. മെസ്സി അടിക്കും. 3 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളാണ് ഇത്. എല്ലാവരും മെസ്സി ആരാധകരാണ്. 3 വയസ്സുകാരൻ മെസ്സിയുടെ ജേഴ്സി ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് മെസ്സി ഇല്ലെങ്കിൽ അർജന്റീന ഇല്ലെന്നാണോ? മെസ്സിയുടെ കളി മാത്രം കൊണ്ടാണോ അർജന്റീനയുടെ ഫാനായത്? അതോ ഇവിടെ ഒരു ലേഡീസ് ഫാൻ ഉണ്ട്? എങ്ങനെയാണ്? മെസ്സി ഫാനാണോ? മെസ്സി ഫാനാണ്. മെസ്സി ഉള്ളത് കൊണ്ട് മാത്രമാണ് അർജന്റീന ഫാനായത്. ഇവിടെ അർജന്റീനയുടെ ആ ഒരു ജേഴ്സി ഇട്ടവർ മാത്രമല്ല, ഒറ്റൊരാള് ധൈര്യപൂർവ്വം സ്പെയിന്. താങ്കള് തുടക്കം മുതൽ ഒരു സ്പെയിൻ ആരാധകൻ തന്നെയായിരുന്നു? അതെ അതെ അതെ. ഈ വളർക്കാവിൽ ഞാൻ മാത്രമുള്ള സ്പെയിൻ ആരാധനായിട്ട്. എത്ര ഗോള് സ്പെയിൻ അടിക്കാൻ സാധ്യതയുണ്ട്? 3-1 സ്പെയിൻ ജയിച്ചിരിക്കും. ഈ ആരാധകരുടെ ആവേശങ്ങൾക്കിടയിൽ ഫുട്ബോളിന് ജീവൻ ഉണ്ടാകുന്ന ആ ഒരു പന്തുരുളുമ്പോൾ ലോകം കാതോർക്കുന്നത് ആ ഒരു വിജയത്തിന്റെ അന്തിമഘട്ടത്തിലേക്കാണ്. അതിനി അധികം സമയമില്ല. ഷിബി പോട്ടോറിനൊപ്പം സിജി സ്വർഗം. തിരുവല്ലാമലയിലെ വളം ഡിപ്പോയിൽ നിന്ന് 1 ലക്ഷം രൂപ മോഷ്ടിച്ച പ്രതിയെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവല്ലാമല മലേശ്യമംഗലം സ്വദേശി അക്ബറാണ് അറസ്റ്റിലായത്. പ്രദേശത്തെയും കടയിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് KC വിൽസന്റെ സ്ഥാപനത്തിൽ മോഷണം നടന്നത്. രാവിലെ കട തുറന്നയുടൻ പുൽനാശിനി ആവശ്യപ്പെട്ട് കടയിലേക്ക് എത്തിയ ഇയാൾ വ്യാപാരിയുടെ ശ്രദ്ധ തിരിച്ച് മേശപ്പുറത്തിരുന്ന ബാഗിൽ നിന്നും പണം മോഷ്ടിക്കുകയായിരുന്നു.
ചേലക്കര പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് മാറ്റി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് കിഴക്കേ കുറുമല 16-ാം വാർഡ് മെമ്പർ രാജിവെച്ച് ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കരട് വോട്ടർ പട്ടിക ഈ മാസം 21-ാം തീയതി പ്രസിദ്ധീകരിക്കും. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആക്ഷേപങ്ങളോ അപേക്ഷകളോ ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 5-ാം തീയതി വരെ സമർപ്പിക്കാം. അന്തിമ വോട്ടർ പട്ടിക സെപ്റ്റംബർ 19-ന് ഔദ്യോഗികമായി പുറത്തുവിടും. ചേലക്കരയ്ക്ക് പുറമെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ തളി ഡിവിഷനിലും ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 10 വർഷത്തിനുള്ളിൽ ഇന്ത്യ ലോകകപ്പ് ഫുട്ബോളിൽ മത്സരിക്കുമെന്നും കേരളം അതിൽ പ്രധാന ശക്തിയാകുമെന്നും ചാണ്ടി ഉമ്മൻ MLA. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ നടപ്പാക്കുന്ന ചിറക് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫുട്ബോൾ ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങളെ വളർത്താൻ വിദ്യാലയങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. മെസ്സിയെപ്പോലുള്ള താരങ്ങൾ നമ്മുടെ നാട്ടിലും ജന്മമെടുക്കണമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ലഹരിയെ ഇല്ലാതാക്കുന്നതിന് സർക്കാർ വലിയ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. കായിക വിനോദങ്ങളെ ലഹരിയാക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചാലക്കുടി കാർമൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലൂസ്, കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബെന്നി പേങ്ങിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. MLAയുടെ ചിറക് പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വിദ്യാഭ്യാസ അവാർഡ് വിതരണത്തിൽ ചാലക്കുടി നഗരസഭയിലെ പ്രതിപക്ഷ കൌൺസിലർമാരെ തഴഞ്ഞതായി ആരോപണം. UDF കൌൺസിലർമാർക്ക് മാത്രമാണ് ഇതിനുള്ള 10 കൂപ്പണുകൾ വിതരണം നൽകിയതെന്ന് പ്രതിപക്ഷ നേതാവ് ജിൽ ആന്റണി വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. 13 പ്രതിപക്ഷ കൌൺസിലർമാരെയും ഒഴിവാക്കി LDF കൌൺസിലർമാരുടെ വാർഡുകളിലേക്കുള്ള പാവപ്പെട്ട കുട്ടികളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ തഴഞ്ഞ നിലപാട് ശരിയല്ലെന്നും അതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. MLAയ്ക്ക് തെറ്റുപറ്റിയതാണെങ്കിൽ തിരുത്താൻ നഗരസഭാ ചെയർപേഴ്സൺ തയ്യാറാകാതിരുന്നത് ഒത്തുകളിയുടെ ഭാഗമാണെന്ന് സംശയമുണ്ടെന്ന് വിൽസൺ പണാട്ടുപറമ്പിൽ പറഞ്ഞു. ഉഷ പരമേശ്വരൻ, VJ ജോജി, ബിന്ദു ശശികുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തളിക്കുളം തമ്പാൻകടവിൽ കടലിൽ കൂട്ടുകാരോടൊത്ത് കുളിക്കുന്നതിനിടെ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. തളിക്കുളം വാലിപ്പറമ്പിൽ സലീമിന്റെ മകൻ നാദിർഷയാണ് മരിച്ചത്. കമല നെഹ്റു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നാദിർഷ. തളിക്കുളം സ്നേഹതീരം ബീച്ചിന് സമീപം കൽക്കെട്ടിന് അടുത്ത് കരയോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. മതിലകം കോതപ്പറമ്പ് BVUP സ്കൂളിലെ സ്റ്റോർ റൂമിൽ നിന്ന് അരിയും മറ്റു സാധനങ്ങളും കവർന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആസാം സ്വദേശി താജുദ്ദീനെയാണ് മതിലകം SHO രജീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സ്കൂൾ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 50 കിലോ വീതമുള്ള 5 ചാക്ക് അരിയും ഉച്ചഭക്ഷണ പാചകത്തിനും വിതരണത്തിനുമായി സൂക്ഷിച്ചിരുന്ന പാത്രങ്ങളും ഉൾപ്പെടെ 1 ലക്ഷത്തോളം രൂപ വില വരുന്ന സാധനങ്ങളാണ് പ്രതി മോഷ്ടിച്ചത്. പ്രതി വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് മോഷ്ടിച്ച അരി കണ്ടെടുത്തു. SIമാരായ നസിയ M ഷാഹിബ്, സജീവ്, രാജി, ASI പ്രജീഷ്, സീനിയർ CPO സനീഷ്, CPOമാരായ സബീഷ്, ബിനിൽ, മിഥുൻ, മുഹമ്മദ് സൻസിൽ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ചാലക്കുടിയിൽ ബേക്കറിയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ മോഷ്ടിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. മലപ്പുറം എടക്കര സ്വദേശി കിഴക്കൻ പറമ്പിൽ വീട്ടിൽ അസുറുദ്ദീനാണ് അറസ്റ്റിലായത്. ചാലക്കുടി സൗത്തിലുള്ള മോദി ബേക്കറിയുടെ മുൻവശത്ത് കേക്ക് വാങ്ങാനായി പാർക്ക് ചെയ്തിരുന്ന കോടശ്ശേരി ചൌക്ക സ്വദേശിനി ഷീജയുടെ ഉടമസ്ഥയിലുള്ള സ്കൂട്ടറാണ് മോഷ്ടിച്ചത്. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, സെക്കൻഡ് സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. സ്കിന്നിന്റെ കാര്യമാണ്, അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും.
Key OTT. 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. ചാലക്കുടിയിൽ വീട്ടുമുറ്റത്ത് ഉണക്കാനിട്ട ജാതിക്കായെ മോഷ്ടിച്ച പ്രതി അറസ്റ്റിൽ. തളിക്കുളം സ്വദേശി പുളിയൻതുരുത്ത് സ്വദേശി മനക്കാട്ടുപടി വീട്ടിൽ സാലിയാണ് അറസ്റ്റിലായത്. ചാലക്കുടി കുറ്റിക്കാട് പോട്ടക്കാരൻ വീട്ടിൽ ജോസിന്റെ വീടിന്റെ മുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന 10,000 രൂപയോളം വിലമതിക്കുന്ന 25 കിലോയോളം ജാതിക്കയാണ് പ്രതി ബൈക്കിലെത്തി മോഷ്ടിച്ചത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ SI ജോർജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചൂണ്ടലിൽ ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. സാമ്പ്രയ്ക്കൽ വീട്ടിൽ രഞ്ജിത്താണ് പോലീസ് പിടിയിലായത്. ചൂണ്ടൽ കുന്നിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെ പോലീസ് വാഹനം കണ്ട് പരിഭ്രമിച്ച് തിരിഞ്ഞു നടക്കാൻ ശ്രമിച്ച രഞ്ജിത്തിനെ പോലീസ് സംഘം തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് കവറിനുള്ളിൽ നിന്ന് 0.55 ഗ്രാം ഹാഷിഷ് ഓയിൽ കണ്ടെടുത്തു. സബ് ഇൻസ്പെക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തീരമേഖലകളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കുറുനരികളുടെ ശല്യം രൂക്ഷമാകുന്നു. വീടുകളുടെ പരിസരങ്ങൾ, മത്സ്യബന്ധന കേന്ദ്രങ്ങൾ, മാലിന്യം തള്ളുന്ന സ്ഥലങ്ങൾ, ഒഴിഞ്ഞ പറമ്പുകൾ എന്നിവിടങ്ങളിലാണ് കുറുനരികൾ കൂടുതലായി എത്തുന്നത്. വനപ്രദേശങ്ങളിലെ ആവാസ വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ, ഭക്ഷ്യ ലഭ്യതയിലെ കുറവ്, തീരപ്രദേശങ്ങളിലെ മാലിന്യ നിക്ഷേപം എന്നിവയാണ് കുറുനരികൾ ജനവാസ മേഖലയിലേക്ക് എത്താൻ കാരണമാകുന്നതെന്നാണ് വിലയിരുത്തൽ. ഭക്ഷണാവശിഷ്ടങ്ങളും അറവു മാലിന്യങ്ങളും തുറസായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നത് ഇത്തരം വന്യജീവികളെ ആകർഷിക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വനം വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. രാപ്പകൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിൽ വിഹരിക്കുന്ന കാട്ടുപന്നികൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു. കൊടകര പഞ്ചായത്തിലെ കാവുന്തറ, കാവിൽപ്പാടം, പറപ്പൂക്കര പഞ്ചായത്തിലെ ഉളുമ്പത്തുകുന്ന് എന്നിവിടങ്ങളിലാണ് കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചു വരുന്നത്. തോട്ടുവക്കിലെ കുറ്റിക്കാടുകളിലും കൊളത്തൂർ പ്രദേശത്ത് ദേശീയപാതയോരത്ത് തരിശായി കിടക്കുന്ന കൃഷിഭൂമിയിലുമാണ് കാട്ടുപന്നികൾ തമ്പടിച്ചിട്ടുള്ളത്. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിന് പുറമെ ഇരുചക്ര വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും പന്നികൾ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ജനപ്രതിനിധികളായ കെ സുധാകരൻ, PD നെൽസൺ എന്നിവർ കാട്ടുപന്നി ശല്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് വനപാലകർ സ്ഥലം സന്ദർശിച്ചു. കാഞ്ചി കാമകോടി വിജയേന്ദ്ര ശങ്കരാചാര്യ സ്വാമികൾ വെള്ളാങ്ങല്ലൂർ മുടിക്കന്നൂർ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ക്ഷേത്ര കവാടത്തിൽ സ്വാമിയെ പൂർണ്ണകുംഭത്തോടെ സ്വീകരിച്ചു. ക്ഷേത്രം തന്ത്രി നെടുമ്പള്ളി സതീശൻ നമ്പൂതിരി, മേൽശാന്തി സുരേഷ് പൂപ്പത്തി, ഉപദേശക സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് മണമ്മൽ ശങ്കരൻകുട്ടി, സെക്രട്ടറി കണ്ണൻ മണമ്മൽ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി കോടതി ജംഗ്ഷനിൽ തമിഴ്നാട് സർക്കാരിന്റെ ട്രാൻസ്പോർട്ട് ബസിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർത്ത കേസിൽ പിടികിട്ടാപ്പുള്ളിയായിരുന്ന പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി മൂഞ്ഞേലി സ്വദേശി ഗോപുരത്തിങ്കൽ വീട്ടിൽ അജു പോളാണ് അറസ്റ്റിലായത്. 2018-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടുങ്ങല്ലൂർ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ചിത്രകാരൻ ശിവശങ്കരൻ തമ്പി ചിത്രം വരച്ച് മത്സരം ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ സുകേഷ്, ചിത്രകാരൻ നാസർ ബാബു മംഗലത്ത്, ക്ലബ്ബ് സെക്രട്ടറി റൊട്ടേറിയൻ സത്യകുമാർ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലിശ്ശേരിയുടെ മീൻ വ്യാപാര രംഗത്ത് കുഞ്ഞുപൊക്കയുടെ മീൻ വിൽപ്പനയ്ക്ക് 66 വർഷത്തിന്റെ പാരമ്പര്യം അപൂർവ കാഴ്ചയാകുന്നു. ചാലിശ്ശേരി ഗ്രാമത്തിന്റെ പ്രഭാതങ്ങളോടൊപ്പം 66 വർഷമായി സഞ്ചരിക്കുന്ന പേരാണ് ഒറ്റപ്പിലാവ് സ്വദേശി AK കുഞ്ഞുപ്പ. ചാലിശ്ശേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ വിശ്വസ്തനായ കുഞ്ഞാപ്പ 77-ാം വയസ്സിലും പ്രായത്തെ വെല്ലുവിളിച്ച് മീൻ വിൽപ്പന തുടരുകയാണ്. പിതാവിന്റെ പാത പിന്തുടർന്ന് 10-ാം വയസ്സിൽ മീൻ വിൽപ്പനയിലേക്ക് ഇറങ്ങിയതാണ്. തലയിൽ മീൻകൊട്ടയേന്തി ചാലിശ്ശേരിയിലേക്ക് കിലോമീറ്ററുകളോളം നടന്ന് വീടുകൾ കയറിയിറങ്ങിയായിരുന്നു തുടക്കത്തിൽ മീൻ കച്ചവടം. 21-ാം വയസ്സിലത് സൈക്കിളിലായി. കുന്നംകുളം, പൊന്നാനി, കൊടുങ്ങല്ലൂർ, ചേറ്റുവ വരെ സൈക്കിൾ ചവിട്ടി മീൻ വാങ്ങിയെത്തിയായിരുന്നു വിതരണം. പൊന്നാനിയൊക്കെ പോകും, പിന്നെ ചാഴ്ചയിലങ്ങാടി, പിന്നെ കൊടുങ്ങല്ലൂരിന്ന് മീനായിട്ട് ചാവക്കാട് വരെ എത്തും. അപ്പൊ ചേറ്റുവ അവിടെയാണ്, ഇവിടെ ചേറ്റുവായത്. അവിടുന്ന് ചേറ്റുവ അവിടെ അടിച്ചാൽ സുഖമാണ്. അപ്പൊ 10 മണിക്ക് ചാവക്കാട് എത്തി. അവിടെ
ആണെങ്കിൽ കൊടുക്കും. അവിടെ നടന്നിട്ട് ഇങ്ങനെ തടിയും കൊണ്ട് ഇങ്ങനെ പോയി. 5 വർഷമായി സ്കൂട്ടിയിലാണ് യാത്ര. മഴയോ വെയിലോ നോക്കാതെ മുടങ്ങാതെ ചാലിശ്ശേരിയിലെത്തുന്ന കുഞ്ഞുപ്പുക്കയെ നാട്ടുകാർ കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത്. ജീവിതത്തിലെ പ്രയാസങ്ങളെയെല്ലാം പുഞ്ചിരിയോടെ നേരിട്ട കുഞ്ഞുപ്പുക്കയുടെ ജീവിതം കഠിനാധ്വാനത്തിൻ്റെയും വിശ്വാസ്യതയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും മാതൃകയാണ്. TCV കുന്നംകുളം. പെരിങ്ങോട്ടേരിയയിൽ കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്താൻ സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് പിടിയിൽ. അന്തിക്കാട് ചെമ്മാപ്പള്ളി സ്വദേശി എരണേഴത്ത് വീട്ടിൽ അഭയകൃഷ്ണയാണ് അറസ്റ്റിലായത്. പ്രതിയിൽ നിന്ന് 14 ഗ്രാമോളം കഞ്ചാവ് പിടിച്ചെടുത്തു. അന്തിക്കാട് സബ് ഇൻസ്പെക്ടർ എൽ വിഷ്ണു, CPOമാരായ അനീഷ്, ശ്രീജിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാട്ടൂർ വാദ്യകുടം മഹാദേവ ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ഗജപതി ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആനയൂട്ടിന് 3 ഗജവീരന്മാർ അണിനിരന്നു. ദിലീഷ് ശാന്തി പൂജകൾക്ക് നേതൃത്വം നൽകി. പുത്തൂർ ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. തന്ത്രി ഡോക്ടർ കരുമാത്ര വിജയൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് രാജൻ മുളങ്ങാട്ടുകര, സെക്രട്ടറി ഷാജി മുരിയാടൻ, പ്രഹ്ലാദൻ കുരുല, സുരേഷ് പാട്ടത്തിൽ, സജീവ് അടിപ്പറമ്പിൽ, വിനോദ് കുളങ്ങര തുടങ്ങിയവർ നേതൃത്വം നൽകി. KCB കൂനമുച്ചി സെക്ഷന്റെയും കണ്ടാണശ്ശേരി പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മറ്റത്ത് നടന്ന വൈദ്യുതി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീവ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് CK സുദീപ, KCB കുന്നംകുളം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KS സുരേഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ബിജിത മജ്നു, KCB കേച്ചേരി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KK സിന്ധു, കൂനമുച്ചി സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ VS ചിത്ര എന്നിവർ സംസാരിച്ചു. വൈദ്യുതി പ്രതിസന്ധിയുടെ പ്രത്യേക സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും സുരക്ഷാ ബോധവൽക്കരണത്തെക്കുറിച്ചും KCB റിട്ടയർഡ് എഞ്ചിനീയർ AC സാബു ക്ലാസ് നയിച്ചു. ചാവക്കാട് നഗരസഭ മുൻ ചെയർമാൻ KP വത്സരന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വാർഷിക എൻഡോമെന്റ് വിതരണം ചെറുകഥാകൃത്ത് അശോകൻ ചെരുവിൽ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ AH അക്ബർ അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബെൻസി സന്തോഷ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P. യതീന്ദ്രദാസ്, ലിഷ മത്രങ്കോട്ട്, KH സലാം, കൗൺസിലർ ഷീജ പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ കോട്ടപ്പടി അഭയ ഭവനിലെ അന്തേവാസികൾക്ക് കിങ് ഓഫ് സൗത്ത് ക്ലബ് വാക്കറും ഭക്ഷണ സാധനങ്ങളും ശുചീകരണ സാമഗ്രികളും കൈമാറി. അഭയ ഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ സ്നേഹസമ്മാനം ഏറ്റുവാങ്ങി. ക്ലബ് പ്രസിഡന്റ് CM മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. ജസ്റ്റിൻ പനക്കൽ, ഡെന്നി വെള്ളറ, ജെറി ചീരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. തിരികെ വാർത്തകളിലേക്ക്. CT ബാബു പ്രസിഡന്റായുള്ള കേരള കോൺഗ്രസ് എം മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ച് PJ ജോസഫ് ചെയർമാനായുള്ള കേരള കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. സംഘടനാ പ്രവർത്തന രംഗത്ത് പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വം തുടരുന്ന തെറ്റായ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തന രീതിയിൽ പ്രതിഷേധിച്ചാണ് രാജിവെക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. വിവിധ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ 70ഓളം പേരും PJ ജോസഫ് ചെയർമാനായുള്ള കേരള കോൺഗ്രസിൽ ചേർന്നതായി ഭാരവാഹികൾ വ്യക്തമാക്കി. പത്രസമ്മേളനത്തിൽ CT ബാബു, KJ മേജോ,
എൻ ജെ ലിയോ, ജോസഫ് വടക്കൻ, വി എ സണ്ണി എന്നിവർ പങ്കെടുത്തു. പൂപ്പത്തി ഗ്രാമീണ വായനശാലയുടെ വിദ്യാഭ്യാസ അവാർഡ് വിതരണ യോഗം പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് കെ ആർ പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വാർഡംഗങ്ങളായ ശാരി രാജീവ്, പി വി അരുൺ, വായനശാല സെക്രട്ടറി പി കെ അയ്യപ്പൻകുട്ടി, ശ്രീധരൻ കടലായിൽ, എം കെ ശങ്കരൻ എന്നിവർ സംസാരിച്ചു. KSKTU താന്യം വടക്ക് മേഖലാ സമ്മേളനം ജില്ലാ സെക്രട്ടറി ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു. തങ്കമണി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MV മുകേഷ്, കോമളം രാജൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് തങ്കമണി ശശിധരൻ, സെക്രട്ടറി KV വത്സരൻ, വനിതാ സബ് കമ്മിറ്റി കൺവീനർ ശ്രീകല സന്തോഷ്, ജോയിന്റ് കൺവീനർ രാഗി അശോകൻ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ഗുരുവായൂർ നഗരസഭ 6-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ ജലീൽ പണിക്കുവീട്ടിൽ സമാദരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് സത്യൻ ഇരിപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീധരൻ എടമിനി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ജെയ്സൺ ആന്റോ, മുൻ വാർഡ് കൌൺസിലർ അജിത അജിത് തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആർച്ചറിയിൽ ദേശീയതലത്തിൽ 8-ാം സ്ഥാനം നേടിയ നിവ മെറിൻ റാഫേലിനെയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പ്രവേശന പരീക്ഷയിൽ OBC കാറ്റഗറിയിൽ ദേശീയതലത്തിൽ 47-ാം റാങ്ക് നേടിയ PM നൂർഷാനെയും ഉപഹാരം നൽകി ആദരിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് നടത്തിവരുന്ന 177ാമത് സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് കൊടകര GLP സ്കൂളിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ ആന്റോസ് അനിൽ വടക്കേടത്ത്, MR ആംഷൻ, P രാധാകൃഷ്ണൻ, ശശാങ്കൻ നായർ, KV രാമജയൻ, പ്രിൻസ് ജോൺ എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ താലൂക്ക് ചെത്തുതൊഴിലാളി വിവിധോദ്ദേശ സഹകരണ സംഘം മെമ്പർമാരായ സാന്ത്വനം പെൻഷൻ പദ്ധതിയിലെ അംഗങ്ങൾക്ക് കർക്കിടക ഔഷധ കിറ്റ് വിതരണം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് CR മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. സംഘം സെക്രട്ടറി ഇൻചാർജ് KH ഹരിജ, CPI മണ്ഡലം സെക്രട്ടറിമാരായ KM കിഷോർ കുമാർ, BR മനോജ്, KK ജോബി തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റിലപ്പള്ളി പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ സാമഗീതാമൃത ചൈതന്യ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഊരാളൻ ചിറക്കൽ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം ഊരാളൻ മഠത്തിൽ വിജയൻ, ക്ഷേത്രം രക്ഷാധികാരി V ചന്ദ്രശേഖര മേനോൻ, ക്ഷേത്രം മാതൃസമിതി സെക്രട്ടറി സുമാ ജയൻ, ക്ഷേത്രം പ്രസിഡന്റ് ചിറക്കൽ നന്ദകുമാർ, സെക്രട്ടറി വിനോദ് കറുകയിൽ, മഠത്തിൽ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കലാമണ്ഡലം കൃഷ്ണകുമാറിന് അമ്പലപുരം മുകുന്ദരാജ സാംസ്കാരിക അക്കാദമിയുടെ നേതൃത്വത്തിൽ പൗരസ്വീകരണം നൽകി. അമ്പലപുരം ദേശവിദ്യാലയം UP സ്കൂളിൽ നടന്ന പൗരസ്വീകരണത്തിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ കലാമണ്ഡലം കൃഷ്ണകുമാറിനെ ഉപഹാരം നൽകി ആദരിച്ചു. അക്കാദമി ചെയർപേഴ്സൺ TN ലളിത അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി K അജിത് കുമാർ, എഴുത്തുകാരി ശ്രീദേവി അമ്പലപുരം, രാജൻ വടക്കത്ത്, ജോയൽ മഞ്ഞില, M ശശികുമാർ, K ശശിധരൻ, ജയറാം, അഷ്റഫ്, ദിലീപ്, ഫാദർ ജോൺസൺ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗതം ചെയ്യുന്നു. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ SSLC +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്കും വിദ്യാലയങ്ങൾക്കും മന്ത്രി OJ ജനീഷ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചലച്ചിത്ര നടൻ ആസിഫ് അലി പുരസ്കാര വിതരണം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി OJ ജനീഷ് അധ്യക്ഷനായി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ചലച്ചിത്ര നടിമാരായ അതിഥി രവി, പ്രാർത്ഥന സന്ദീപ് എന്നിവരും പുരസ്കാരങ്ങൾ നൽകി. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുനിത സജീവൻ, ഔസേപ്പച്ചൻ ജോസ്, PK രാധാകൃഷ്ണൻ, സിൽവി സേവ്യർ, സുലേഖ അബ്ദുള്ളക്കുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാജൻ കൊടിയൻ, കാവ്യ രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
ചിറ്റാറ്റുകര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മറ്റ് അവാർഡ് ജേതാക്കളെയും ആദരിച്ചു. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA പ്രതിഭ ആദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് RA അബ്ദുൾ ഹക്കീം അധ്യക്ഷത വഹിച്ചു. എളവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശോകൻ മുക്കോല, ഷാജി കാക്കശ്ശേരി, PG സുബിദാസ്, സുനിത വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തോളൂർ സെന്റ് അൽഫോൻസ ദേവാലയത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെയും തിരുനാൾ ഭക്തിസാന്ദ്രമായി. ദിവ്യബലിക്ക് ഫാദർ സാജൻ വടക്കൻ മുഖ്യ കാർമ്മികനായി. ഫാദർ ജസ്റ്റിൻ പുഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ പോൾ കള്ളിക്കടൻ, ട്രസ്റ്റിമാരായ CO ചാർലി, CJ ജോബിൻ, CT ജോബി എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. മുക്കാട്ടുകര പള്ളിയിൽ കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിച്ചു. നിർധന കുടുംബത്തിന്റെ ഭവന നിർമ്മാണത്തിന് മാതൃവേദി അംഗങ്ങളുടെ സ്നേഹോപഹാരമായി 50,000 രൂപ വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂരിന് കൈമാറി. മാതൃവേദി അംഗങ്ങൾ അവതരിപ്പിച്ച നൃത്താവിഷ്കാരം ശ്രദ്ധേയമായി. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,135 രൂപ, പവന് 1,05,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. തിരുവല്ലാമലയിലെ വളം ഡിപ്പോയിൽ നിന്ന് 1 ലക്ഷം രൂപ മോഷ്ടിച്ച പ്രതി അറസ്റ്റിൽ. മലേശ്യമംഗലം സ്വദേശി അക്ബറിനെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേലക്കര പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു. കരട് വോട്ടർ പട്ടിക ഈ മാസം 21-ാം തീയതി പ്രസിദ്ധീകരിക്കും. ചാലക്കുടി MLAയുടെ വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങിനെതിരെ പ്രതിപക്ഷ ആക്ഷേപം. പ്രതിപക്ഷത്തെ MLAമാർ തഴഞ്ഞുവെന്ന് LDF കൗൺസിലർമാർ. തളിക്കുളം തമ്പാൻകടവിൽ കടലിൽ കുളിക്കുന്നതിനിടെ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. തളിക്കുളം സ്വദേശി നാദർഷയാണ് മരിച്ചത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.